മനുഷ്യ ജീവിതത്തിന്റെയും മനുഷ്യ സ്വഭാവത്തിന്റെയും സങ്കീർണതയെ ഈഴക്കീറി പരിശോധിക്കുന്ന മഹാഭാരതം എന്ന അത്യുജ്വല സാഹിത്യ സൃഷ്ടിയെക്കുറിച്ചാണ്. മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും എടുത്ത് പരിശോധിച്ചാൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ജീവിച്ചിരിക്കാൻ ഇടയുള്ള മനുഷ്യരുടെ ഭിന്ന മുഖങ്ങളാണ് അവയ്ക്കെല്ലാം എന്ന് കാണാൻ കഴിയും. വിവാഹത്തിന് മുമ്പേ ഗർഭിണിയായവർ, വിവാഹശേഷവും ഗർഭിണിയാകാത്തവർ, ഒന്നിലധികം പേരുടെ ഭാര്യയാകേണ്ടി വന്നവർ, ഒരാളുടെ അനേകം ഭാര്യമാരിൽ ഒരാളാകേണ്ടി വന്നവർ, അച്ഛനാകാൻ കഴിയാത്തവർ, അച്ഛൻ ആരെന്നറിയാത്തവർ, വിദ്യ നിഷേധിക്കപ്പെട്ടവർ, വിധിയാൽ വേട്ടയാടപ്പെട്ടവർ, അങ്ങനെ അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തരം മനുഷ്യരും ഈ മഹാഭാരതത്തിലുണ്ട്. അഥവാ മഹാഭാരതത്തിലെ മിക്ക കഥാപാത്രങ്ങളും പല രൂപങ്ങളിൽ, പല പേരുകളിൽ, പല ഭാവങ്ങളിൽ നമുക്ക് ചുറ്റും ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അനശ്വര കൃതിയെക്കുറിച്ച് നമുക്കും പറയാം. യതി ഹാസ്തി തദന്യത്ര യനേ ഹാസ്തി ന കുത്രചിത്. വിശ്വസാഹിത്യ വിഹായസിൽ നിന്നും ഒരത്ഭുത താരം മഹാഭാരതം. സൽക്കഥ ചൊല്ലിത്തരുന്ന സ്നേഹാദ്രയം മുത്തശ്ശിയപ്പോൾ മഹാഭാരതം. മഹാഭാരതം മഹാഭാരതം. വിശ്വമാവേദിയിൽ നിത്യമരങ്ങേറും അത്ഭുത നാടക രംഗഭാഷ്യം. വിശ്വമാവേദിയിൽ നിത്യമരങ്ങേറും അത്ഭുത നാടക രംഗഭാഷ്യം. കാവ്യസുരഭില ഭാഷയിലുള്ള ജീവിതഗാഥ മഹാഭാരതം. കാവ്യസുരഭില ഭാഷയിലുള്ള ജീവിതഗാഥ മഹാഭാരതം. മഹാഭാരതം മഹാഭാരതം. വിശ്വസാഹിത്യ വിഹായസിൽ നിന്നും ഒരത്ഭുത താരം മഹാഭാരതം. സൽക്കഥ ചൊല്ലിത്തരുന്ന സ്നേഹാദ്രയ മുത്തശ്ശിയപ്പോൾ മഹാഭാരതം. മഹാഭാരതം 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 മഹാഭാരതം. അതെ, വൈവിധ്യമാക്കി മാനസികമായ സംഘർഷവും അവഹേളനവും ജീവിതത്തിൽ വിടാതെ പിന്തുടർന്ന ആ രണധീരന്റെ സംഭവ ബഹുലമായ ജീവിതകഥയെ ആസ്പദമാക്കി തിരുവനന്തപുരം തോന്നിക്കൽ നവകേരള കലാസമിതി അവതരിപ്പിക്കുന്നു കഥ കർണൻ. കർണൻ കർണൻ സൂര്യപുത്രൻ, ഭാരത കഥയിലെ വീരപുത്രൻ. കർണൻ കർണൻ സൂര്യപുത്രൻ, ഭാരത കഥയിലെ വീരപുത്രൻ. ഉള്ളിൽ കൊടുങ്കാറ്റു വീശുമ്പോഴും ചുണ്ടി വെള്ളി നിലാവുമായി ജീവിച്ചവൻ. ഉള്ളിൽ കൊടുങ്കാറ്റു വീശുമ്പോഴും ചുണ്ടി വെള്ളി നിലാവുമായി ജീവിച്ചവൻ. കർണൻ കർണൻ സൂര്യപുത്രൻ, ഭാരത കഥയിലെ വീരപുത്രൻ. സൂര്യന്റെ പുത്രനായിട്ടും വെറുമൊരു സൂതന്റെ പുത്രനായി ജീവിച്ചവൻ. സൂര്യന്റെ പുത്രനായിട്ടും വെറുമൊരു സൂതന്റെ പുത്രനായി ജീവിച്ചവൻ. പാണ്ഡവ ജ്യേഷ്ഠൻ രണഭൂമി ആ കഷ്ടം പാണ്ഡവ ശത്രുവായി പോരടിച്ചോ. പാണ്ഡവ ജ്യേഷ്ഠൻ രണഭൂമി ആ കഷ്ടം പാണ്ഡവ ശത്രുവായി പോരടിച്ചോ. കർണൻ കർണൻ സൂര്യപുത്രൻ, ഭാരത കഥയിലെ വീരപുത്രൻ. കർണൻ കർണൻ സൂര്യപുത്രൻ, ഭാരത കഥയിലെ വീരപുത്രൻ. അത് കണ്ടോ, ചിരപുരാതനവും പ്രൗഢഗംഭീരവുമായ ഹസ്തിനപുര നഗരമാണ് ആ കാണുന്നത്. ഹസ്തിനപുരത്തിലെ ജനങ്ങൾ മുഴുവൻ ആ വഴിക്കിരുവശവും കൂടി നിൽക്കുകയാണ്. ദ്വാരകാനാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇന്ന് ഈ ഹസ്തിനപുരിയിൽ വരുന്നുണ്ട്. കൗരവരുടെ രാജ്യ തലസ്ഥാനമായ ഹസ്തിനപുര നഗരം ഇന്നൊരു സന്ധി സംഭാഷണത്തിന് വേദിയാകാൻ പോവാണ്. അതെ, സന്ധി സംഭാഷണം തന്നെ. യുദ്ധം ഒഴിവാക്കാനുള്ള അവസാന ശ്രമം എന്ന നിലയിലുള്ള ഒരു സന്ധി സംഭാഷണം. യുദ്ധം പറയാം.
ധൃതരാഷ്ട്രപുത്രന്മാരായ കൗരവരും പാണ്ഡുപുത്രന്മാരായ പാണ്ഡവരും സഹോദരങ്ങളായിരുന്നുവെങ്കിലും ഇവർ ചെറുപ്പകാലം മുതലേ ശത്രുക്കളെ പോലെയാണ് പെരുമാറിയത്. പ്രായം കൊണ്ട് മൂത്തവനായ യുധിഷ്ഠിരൻ അവകാശപ്പെട്ട രാജ്യഭാരം അദ്ദേഹത്തിന് നൽകാതിരിക്കാൻ കൗരവർ മാതുലനായ ശകുനിയുടെ സഹായം തേടി. കള്ളച്ചൂതിൽ മിടുക്കനായ ശകുനി പാണ്ഡവരെ ചൂതുകളിയിൽ പരാജയപ്പെടുത്തി വനവാസത്തിന് അയച്ചു. 12 കൊല്ലത്തെ വനവാസവും 1 കൊല്ലത്തെ അജ്ഞാതവാസവും ഒക്കെ കഴിഞ്ഞ് അവർ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നു. തങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്യം കൗരവരോട് ചോദിച്ചു വാങ്ങാൻ തന്നെ പാണ്ഡവർ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷെ എന്തു വന്നാലും രാജ്യം പാണ്ഡവർക്ക് വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലാണ് ദുര്യോധനൻ. ഈ പ്രശ്നം ഒരു യുദ്ധത്തിന്റെ വക്കോളം എത്തിയിരിക്കുന്നു. ഇത് ഒഴിവാക്കാനുള്ള അവസാന ശ്രമം എന്ന നിലയിൽ സന്ധ്യ സംഭാഷണത്തിന് വരികയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. 7 വെള്ള കുതിരകളെ പൂട്ടിയ സുവർണ രഥത്തിൽ ഭഗവാൻ അങ്ങനെ വരുന്നു. നഗരവാസികളൊക്കെ ഭക്തിപൂർവം ശ്രീകൃഷ്ണ ഭഗവാനെ വരവേൽക്കുന്നു. പുഷ്പങ്ങളും കുങ്കുമവും ഒക്കെ ആ രഥത്തിന് മേൽ വർഷിക്കുന്നു. ആ രഥം പ്രൗഢഗംഭീരമായ ഹസ്തിനപുരത്തിന്റെ പ്രവേശന കവാടത്തിന് മുമ്പിലെത്തി നിന്നു. ശ്രീകൃഷ്ണൻ രഥത്തിന് പുറത്തിറങ്ങി. അസംഖ്യം യോദ്ധാക്കളുടെ അകമ്പടിയോടെ ഭഗവാൻ അതാ ആ സഭാഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നു. അത്യന്തം മഹത്വപൂർണമായ രാജ്യസഭ. ശ്രീകൃഷ്ണൻ മെല്ലെ സിംഹാസനത്തിലിരുന്നു. എല്ലാവരും അദ്ദേഹത്തിനെ നോക്കിയിരിക്കുകയാണ്. ഭഗവാൻ സംസാരിച്ചു തുടങ്ങി. കുരുവംശ ശ്രേഷ്ഠരെ, കുരു യോദ്ധാക്കളെ, യാദവ നായകനായോ പാണ്ഡവരുടെ ബന്ധുവായോ അല്ല നാം ഇവിടെ വന്നിരിക്കുന്നത്. ചിരപുരാതനമായ ഈ സിംഹാസനത്തിന്റെ മുന്നിൽ നിന്നും ന്യായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നാം വന്നിരിക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ ശ്രീകൃഷ്ണനിലാണ്. ദുര്യോധനൻ മാത്രം കോപത്തോടെ മുഖം തിരിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണൻ തുടർന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസാക്ഷിയെ സാക്ഷി നിർത്തി പറയണം. നിങ്ങൾ ഇന്നോളം പാണ്ഡവരോട് ന്യായം പ്രവർത്തിച്ചിട്ടുണ്ടോ? എങ്കിലും നിങ്ങളെയും പാണ്ഡവരെയും നാം ഒന്നായി കാണുന്നു. അതുകൊണ്ട് ഭൂതകാലത്തിന്റെ കയ്പ് നിറഞ്ഞ എല്ലാ പ്രവൃത്തികളും മറന്നുകൊണ്ട് നാം പറയുന്നു, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, പാണ്ഡവർക്ക് അവർക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം കൊടുത്ത് ഭാവിയിലെ മഹായുദ്ധം ഒഴിവാക്കണം. ആരൊന്നും മിണ്ടുന്നില്ല. പരിപൂർണമായ നിശബ്ദത. പറയും, ആരെങ്കിലും പറയും, എന്താണ് നിങ്ങളുടെ അന്തിമ തീരുമാനം? കുരുവംശത്തിന്റെ അന്തിമ തീരുമാനം നാം നിങ്ങൾക്ക് സ്പഷ്ടമാക്കി തരാം. ആ സഭയെ ഉറപ്പിച്ചുകൊണ്ട് ഗംഭീരമായൊരു സ്വരം. എല്ലാവരും നോക്കി. ദുര്യോധനൻ, പാണ്ഡവർക്ക് പകുതി രാജ്യം വിട്ടു കൊടുക്കില്ല. ഇതാണ് നമ്മുടെ തീരുമാനം. ദുര്യോധന, പകുതി രാജ്യം വിട്ടുകൊടുത്തില്ലെങ്കിൽ വേണ്ട. ഖാണ്ഡവ വനത്തിൽ അവർ നിർമ്മിച്ച് സമൃദ്ധമാക്കിയ ആ ഇന്ദ്രപ്രസ്ഥമെങ്കിലും അവർക്ക് വിട്ടുകൊടുത്തുകൂടെ? ഇല്ല. ചൂതുകളിയിൽ അവർ പണയപ്പെടുത്തിയ രാജ്യം അവർക്കൊരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ദുര്യോധന, അങ്ങനെയാണെങ്കിൽ വിശാലമായ ഈ ഹസ്തിനപുരിയിലെ 5 ഗ്രാമങ്ങളെങ്കിലും ആ സഹോദരങ്ങൾക്ക് നൽകാൻ താങ്കൾ തയ്യാറാണോ? ഇല്ല. രാജ്യവും പുരം ഗ്രാമം ദേശങ്ങൾ വേണ്ട എങ്കിൽ വസിപ്പാനഞ്ചു ഗൃഹം ചമച്ചു കൊടുക്ക നീ. രാജ്യവും പുരം ഗ്രാമം ദേശങ്ങൾ വേണ്ട എങ്കിൽ വസിപ്പാനഞ്ചു ഗൃഹം ചമച്ചു കൊടുക്ക നീ. ആവിലും മടിയെങ്കിൽ